സങ്കീർത്തനം 28:7. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ബലവും പരിചയമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. മനുഷ്യരായ നാം തികച്ചും ബലഹീനരാണ്. അസാധാരണമായ കഴിവുകൾ ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ കഴിവുകളെല്ലാം അപ്രസക്തമാവുന്ന സമയങ്ങൾ ജീവിതത്തിലുണ്ടാവാം. പ്രകൃതിക്ഷോഭങ്ങളുടെ മുന്നിലൊക്കെ മനുഷ്യർ എത്ര നിസ്സഹായരാണ്. മനുഷ്യനേക്കാൾ പല മടങ്ങ് വലിപ്പവും കരുത്തുമുള്ള മൃഗങ്ങളുടെ മുന്നിൽ മനുഷ്യർ നിസ്സഹായരാണ്. എന്തിന്, കണ്ണുകൊണ്ട് കാണാൻ പോലുമാകാത്ത വൈറസുകളും ബാക്ടീരിയകളുമൊക്കെ മനുഷ്യനെ നിസ്സാരരാക്കുന്ന സംഭവങ്ങൾ നാം നിരന്തരം കേൾക്കാറുണ്ട്. ദൈവത്തിൽ നാം ആശ്രയിക്കുന്നത് നമ്മുടെ ഈ നിസ്സാരത്വം അംഗീകരിക്കുന്നത് കൊണ്ട് കൂടെയാണ്. ദൈവസഹായമില്ലാതെ ജീവിക്കാനും അതിജീവിക്കാനും കഴിയില്ലെന്ന തിരിച്ചറിവുള്ളതിനാലാണ്. സൃഷ്ടാവായ ദൈവത്തിനാണ് നമ്മുടെ നിലനിൽപ്പിനായുള്ള സഹായവും നൽകാനാവുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനാലാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് സഹായം നൽകുമെന്നത് ഈ വചനത്തിൽ കാണുന്ന വാഗ്ദത്തം കൂടെയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് സഹായം പ്രാപിച്ച അനേകരുടെ അനുഭവങ്ങൾ കൊണ്ട് ബൈബിൾ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തെ തള്ളിപ്പറഞ്ഞവർക്ക് സംഭവിച്ച പ്രത്യാഘാതങ്ങളും അതിൽ കാണാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് സഹായിക്കുമെന്ന വാഗ്ദത്തം പോലെ തന്നെ പ്രധാനമാണ് ദൈവത്തിൽ നിന്ന് സഹായം ലഭിച്ച നാം ദൈവത്തിന് നന്ദിയോടെ സ്തുതി അർപ്പിക്കുക എന്നതും. പാട്ടോടെ ദൈവത്തെ സ്തുതിക്കുക എന്നതാണ് ഇവിടെ സഹായം അനുഭവിച്ച ദൈവഭക്തൻ ചെയ്യുന്നത്. മറ്റാർക്കും ചെയ്യാനാകാത്ത സഹായം നൽകിയ ദൈവത്തിന് എത്ര നന്ദി അർപ്പിച്ചാൽ മതിയാകും. എത്ര തന്നെ പാടിയാലും തീരാത്ത വൻ സഹായങ്ങളാണ് നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. ദൈവം സഹായകരം പിൻവലിച്ചാൽ അത് നമ്മുടെ എന്നേക്കുമുള്ള പരാജയത്തിന് കാരണമാകും. ഓരോ ദിവസവും നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ സഹായത്താൽ മാത്രമാണ്. ആകയാൽ എല്ലായ്പ്പോഴും നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.